നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി യോഗത്തിൽ ഇറാൻ ഇസ്രയേൽ വാക്പോര്. ഇസ്രയേൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് ഇറാൻ. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രമുയർത്തിയായിരുന്നു ഇറാൻ അംബാസഡറുടെ പ്രസംഗം. The strike were planned and systematic, killing senior military officials, scientists, professors, students, doctors, artists, athletes, rescuers and ordinary civilians, including women, children and infants. Many died in their sleep. These children killed in their bed. Hundreds of civilians have been killed and thousands injured. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിൽ മാപ്പു പറയില്ലെന്ന് ഇസ്രയേൽ അംബാസഡർ ഡാനി ഡനോൺ പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കണമെന്ന ലോകരാഷ്ട്രങ്ങളുടെ അഭ്യർത്ഥനയെയും ഇസ്രയേൽ അപലപിച്ചു. ഇറാൻ ഇരവാദം ഉയർത്തരുതെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടു. Still dripping from your hands, you come here asking for sympathy. You demand protection from this council while plotting the extermination of my people. How can this council allow the representative of a regime that funds, arms, and orchestrates terror across the world to come here and play victim? It's like a wolf complaining when the shepherd fights back to protect his flock. So innocent. മുഹമ്മദ് അൻവർ ചേരുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. അൻവർ, UN സുരക്ഷാ സമിതി യോഗത്തിലും ഇസ്രയേൽ ഇറാൻ വാക്പോരാണ്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, 8 ദിവസമായി തുടരുന്ന ഇസ്രായേൽ ഇറാൻ പോര് ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാ സമിതി ചർച്ചയ്ക്കെടുക്കുകയുണ്ടായി. ഈ ചർച്ചയ്ക്കിടെ ഇന്ന് ഇറാന്റെയും ഇസ്രായേലിന്റെയും പ്രതിനിധികൾ തമ്മിൽ രൂക്ഷമായ വാക്പോരാണ് ഉണ്ടായത്. ആദ്യം ഈ യോഗത്തിൽ സംസാരിച്ചത് ഇറാൻ അംബാസിഡറാണ്. ഇറാൻ അംബാസിഡർ അമീർ സൈദി ഇർവാനിയാണ് ഈ രക്ഷാസമിതിയുടെ യോഗത്തിൽ ആദ്യം സംസാരിക്കുന്നത്. ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ അക്കമിട്ട് നിരത്തി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സ്ഥാപിക്കുകയായിരുന്നു അംബാസിഡർ ഈ രക്ഷാസമിതി യോഗത്തിൽ ചെയ്തത്. കുട്ടികളും ഗർഭിണികളും സ്ത്രീകളുമടക്കം നിരപരാധികളായ നിരവധി പേർ കൊല്ലപ്പെട്ടെന്നും ആ കൊല്ലപ്പെട്ടവരുടെ പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു ഈ രക്ഷാസമിതിയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ അനുമതിയോടുകൂടി നടത്തുന്ന ആണവ പദ്ധതികൾ ബോംബിട്ട് തകർത്ത ഇസ്രായേൽ നടപടിയെ അടിയന്തരമായി UN ഇടപെട്ട് തടയണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇസ്രായേൽ ഏകപക്ഷീയമായി നടത്തുന്ന ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങളും ഒപ്പം ഐക്യരാഷ്ട്രസഭയും ഒന്നടങ്കം അപലപിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് ഇസ്രായേലിൻ്റെ UN അംബാസിഡറായ ഡാനി ഡോനൻ ആ യോഗത്തിൽ സംസാരിക്കുന്നത്. വളരെ രൂക്ഷമായ ആക്രമണമാണ് ഇറാൻ അംബാസിഡർക്കെതിരെ അദ്ദേഹം ആ യോഗത്തിൽ നടത്തിയത്. ഇരവാദം മുഴക്കി ഇറാൻ ഈ യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ഇരിക്കരുത് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. രണ്ടാമത് താങ്കൾ, അതായത് ഇറാൻ അംബാസിഡറെ നേരെ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, താങ്കൾ ഒരു ഡിപ്ലോമാറ്റിക് നയതന്ത്ര വിദഗ്ധനാണോ അതോ ഒരു ചെന്നായയുടെ വേഷമണിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന രൂക്ഷമായ പദപ്രയോഗങ്ങളും ഇസ്രായേൽ അംബാസിഡർ UN രക്ഷാസമിതി യോഗത്തിൽ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ലോകരാജ്യങ്ങൾ എന്തർത്ഥത്തിലാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം കുറക്കണമെന്ന് തങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു കാരണവശാലും ഇസ്രായേൽ നിലവിൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല, അത് തുടരുക തന്നെ ചെയ്യുമെന്ന അർത്ഥശങ്കയ്ക്കില്ലാത്ത ഇടവിധം അദ്ദേഹം ആ രക്ഷാ കൗൺസിൽ യോഗത്തിൽ അറിയിക്കുകയുണ്ടായി. കീർത്തന, അതായത് കഴിഞ്ഞ 8 ദിവസമായി തുടരുന്ന ആക്രമണത്തെ ഇസ്രായേൽ
ന്യായീകരിക്കുന്നു. ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തെ അതിനെ ഇറാനും ന്യായീകരിക്കുന്നു. ഒരു തരത്തിലും ഉള്ള ഒരു പിന്നോട്ട് പോക്ക്, രണ്ട് രാജ്യങ്ങളും ഈ ആക്രമണങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുമെന്നൊരു സൂചന ഇറാൻ ഇന്ന് നടന്ന രക്ഷാസമിതി യോഗത്തിൽ ഉണ്ടായിട്ടില്ല. കീർത്തന. ശരി, UN രക്ഷാസമിതി യോഗത്തിലും ഇറാൻ ഇസ്രയേൽ വാക്പോര് രൂക്ഷമാണ്. മുഹമ്മദ് അൻവറാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം സജീവമാകുന്നതിനിടെ ഖാലിസ്ഥാനി തീവ്രവാദികൾക്കെതിരെ കാനഡയിൽ നിന്ന് ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്ന ഖാലിസ്ഥാനികൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ്. ഇതാദ്യമായാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ കാനഡ രംഗത്ത് വരുന്നത്. രാജ്യത്ത് ആക്രമണങ്ങൾ നടത്തി കാനഡയിൽ അഭയം തേടുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നത് ഇന്ത്യയുടെ തുടർച്ചയായുള്ള ആവശ്യമായിരുന്നു. കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഇന്ത്യയുടെ ഈ ആവശ്യത്തോട് മുഖം തിരിച്ചു. എന്നാൽ മാർക്ക് കാർണിയുടെ ഭരണകൂടം ഖാലിസ്ഥാൻ തീവ്രവാദത്തെ എതിർക്കുകയാണ്. കാനഡയുടെ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറയുന്നു. ഇന്ത്യയിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനും ധനസമാഹരണത്തിനുമായി ഇവർ കാനഡ താവളമാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇന്ത്യയുടെ തുടർച്ചയായ ആവശ്യത്തെ കാനഡ പരിഗണനയിലെടുക്കുന്നുവെന്നതിന്റെ സൂചന കൂടിയാണിത്. കാനഡയിലിരുന്ന് ഇന്ത്യക്കെതിരെ തുടർച്ചയായി ഭീഷണി നടത്തുന്ന ഗുർപന്ത്വന്ത് സിംഗ് പന്നുവിനെ പോലുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികളെ പിടികൂടി നാട്ടിലെത്തിക്കുന്നതിന് കാനഡയുടെ സഹായം ഒരുപക്ഷെ ഇന്ത്യക്ക് ലഭിച്ചേക്കും. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജാറിനെ വധിച്ചതോടെയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായത്. 24 ഡൽഹി. ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെ ഗവർണറുടെ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. ഗവർണർക്കെതിരെ CPIയും രംഗത്തെത്തി. എന്നാൽ ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിലെ പുഷ്പാർച്ചന തുടരുമെന്നാണ് ഗവർണറുടെ നിലപാട്. ബംഗാൾ രാജ്ഭവനിലും ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ തീരുമാനിച്ചു. രാജ്ഭവനിലെ ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിന് പിന്നാലെയാണ് ഗവർണറുടെ അധികാരങ്ങൾ പാഠ്യവിഷയമാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തത്. ഈ അധ്യയന വർഷം മുതൽ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ വിഷയം ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോളിയത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന പതിവാക്കിയതിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയെ പിന്തുണച്ച് CPIM രംഗത്ത് വന്നു. ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. ഇക്കാര്യത്തിൽ RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ ലംഘിച്ചിരിക്കുന്നത്. ഗവർണർക്കെതിരായ നിലപാട് കടുപ്പിച്ച് CPIയും ശക്തമായ രംഗത്തുണ്ട്. ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ ബിംബങ്ങളും പ്രതീകങ്ങളും എല്ലാം സ്ഥാപിച്ചുകൊണ്ട് അതാണ് ഭാരതമാതാവെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു RSS കാര്യാലയമാക്കി രാജ്ഭവനെ മാറ്റാൻ വാശി പിടിച്ചാൽ മന്ത്രിക്ക് അതല്ലാതെ വേറെ പോകാൻ വഴിയില്ല. ഭാരതാംബ വിവാദത്തിൽ കേരള ഗവർണറുടെ പാത പിന്തുടരാൻ പശ്ചിമബംഗാൾ രാജ്ഭവനും തീരുമാനിച്ചു. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ സ്ഥാപിക്കാൻ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. ഭാരതാംബ ചിത്ര വിവാദം തുടരുന്നതിനിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ ABVP പ്രതിഷേധം. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് ABVP പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രിയുടെ വാഹന വ്യൂഹം റോഡിൽ കുടുങ്ങി. അതേസമയം ഗവർണർക്കെതിരെ SFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടും വരെ വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടയുമെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വര പ്രസാദ് പറഞ്ഞു. നിലമ്പൂരിലേക്കാണ് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. LDFന് വലിയ വിജയം ഉറപ്പെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് UDFും. 25,000-ഓളം വോട്ടുകൾ നേടുമെന്നതാണ് അൻവർ ക്യാമ്പിന്റെ പ്രതീക്ഷ. പോളിംഗ് ശതമാനം 75% പിന്നിട്ടതോടെ ബൂത്ത് തല കണക്കെടുത്ത് വിശകലനം ചെയ്യുകയാണ് മുന്നണികൾ. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവും UDFിലെ ഭിന്നതകളും LDFന് വിജയം നൽകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അമരമ്പലം, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിലാണ് മുന്നേറ്റമുണ്ടാക്കുക എന്നും LDF കണക്ക്. UDF നടത്തിയ തെറ്റായ പ്രചരണങ്ങളെ തുറന്നു കാണിക്കാനും ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി സാധിച്ചു. മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തിക്കാണിക്കാനും
അതിനെതിരായി രൂപം കൊണ്ട വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നു കാണിക്കാൻ ആ മണ്ഡലത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാക്കാനാവുന്നു എന്നുള്ളതാണ് വസ്തുത. അമരമ്പലം ഒഴിച്ചുള്ള 6 പഞ്ചായത്തുകളിൽ കൃത്യമായ ലീഡുണ്ടാവുമെന്ന് UDF. അൻവർ മത്സരിച്ചത് UDFിന് ഗുണമായി എന്നും പ്രാഥമിക വിലയിരുത്തൽ. മൂത്തേടത്തും വഴിക്കടവിലും 2000-ന് മുകളിൽ ഭൂരിപക്ഷം. എല്ലാ പഞ്ചായത്തുകളും UDF ലീഡ് ചെയ്യും. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ചരിത്ര ഭൂരിപക്ഷമുണ്ട്. LDFിൻ്റെ 1% വോട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. PV അൻവർ ക്യാമ്പ് 20,000 മുതൽ 25,000-ഓളം വോട്ടുകൾ വരെ പ്രതീക്ഷിക്കുന്നു. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് 7,000 വോട്ടുകൾ വരെ. മൂത്തേടം, നിലമ്പൂർ നഗരസഭ, ചുങ്കത്തറയിലും കൂടുതൽ LDF വോട്ടുകൾ പിടിക്കുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ. മലയോര ജനതയ്ക്കപ്പുറമുള്ള വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ BJPയും. തീർച്ചയായും ഞങ്ങൾ ആത്മവിശ്വാസം തന്നെയാണ്. ഒരു നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പോസിറ്റീവായിട്ട് ജനങ്ങൾ ചിന്തിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. എല്ലാ മേഖലയിലും, അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാ മേഖലയിലും ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 23-ാം തീയതി രാവിലെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് വോട്ടെടുപ്പ്. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണിക്കാത്തതിനെ ചൊല്ലി ഡോക്ടർ ശശി തരൂർ MP ഉയർത്തിയ വിവാദം അവഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം. വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ശശി തരൂർ വിവാദം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. വിവാദങ്ങൾക്കിടെ ശശി തരൂർ വീണ്ടും വിദേശ പര്യടനത്തിന് ഒരുങ്ങുകയാണ്. 2 ആഴ്ചയോളം നീളുന്ന പര്യടനത്തിൽ UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കും. ഉപതെരഞ്ഞെടുപ്പ് ദിവസം അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞ ശശി തരൂർ രീതിയോട് കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ആലോചനയിൽ പോലും തന്റെ പേര് വന്നില്ലെന്ന ശശി തരൂരിന്റെ പരാതിയെ താരപ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേരുണ്ടെന്ന രേഖ പുറത്തുവിട്ടാണ് പ്രതിരോധിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രതികരണം നടത്തിയ ശശി തരൂരിന് മറ്റു ചില താല്പര്യങ്ങളുണ്ടെന്നാണ് നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. പക്ഷേ തരൂരിന്റെ പരാതികളെ അവഗണിക്കാനാണ് നിലവിൽ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ശശി തരൂരിന്റെ ഇടയ്ക്ക് ഒരു വിമർശനമായി അദ്ദേഹത്തിന്റെ ഒരു നീരസം വെളിപ്പെടുത്തിയില്ല. അത് അത്ര ശക്തപ്പെട്ടൊന്നും വന്നില്ല, ശക്തമായില്ല. ശശി തരൂരുമായി സംസ്ഥാന നേതൃത്വത്തിന് പ്രശ്നങ്ങളില്ലെന്നും തരൂർ തിരക്കിലല്ലായിരുന്നുവെങ്കിൽ പ്രചാരണത്തിന് ക്ഷണിക്കുമായിരുന്നുവെന്നും K മുരളീധരൻ. അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ഏതായാലും ഒരു കാര്യം ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കി, എല്ലാ ഊഹാപോഹങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും, അവശേഷിച്ച വർഷം തിരുവനന്തപുരത്തിൻ്റെ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ വിവാദത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന നേതാക്കൾക്ക് കർശന നിർദ്ദേശമുണ്ട്. താരപ്രചാരയുടെ പട്ടികയിൽ പേരുൾപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് പരിപാടികൾക്ക് ക്ഷണിച്ചില്ലെന്നാണ് ശശി തരൂർ ക്യാമ്പിന്റെ മറുചോദ്യം. BJPയിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് ആശ്വാസമാണെങ്കിലും പുതിയ വിവാദം കോൺഗ്രസിന് തലവേദനയാണ്. 24 തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ബീഹാറിൽ RJDയെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RJD ഭരണകാലത്ത് ദാരിദ്ര്യവും കുടിയേറ്റവുമായിരുന്നു മുഖമുദ്രയെന്ന് പ്രധാനമന്ത്രി. ലാലു പ്രസാദ് യാദവ് BR അംബേദ്കറെ അപമാനിച്ചുവെന്നും മോദി. ബീഹാറിലെ സിവാൻ ജില്ലയിലെ NDA റാലിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. ബീഹാറിൽ RJDയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന. ലാലു പ്രസാദ് യാദവിന്റെ BR അംബേദ്കർ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദവും പ്രധാനമന്ത്രി പരാമർശിച്ചു. RJDയും കോൺഗ്രസും അംബേദ്കറുടെ ചിത്രം അവരുടെ കാലിൽ പ്രതിഷ്ഠിക്കുമ്പോൾ താനത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുവെന്ന് നരേന്ദ്രമോദി. RJD और कांग्रेस बाबा साहब आम्बेडकर की तस्वीर को पैरों में रखती है, जबकि मोदी बाबा साहब आम्बेडकर को अपने दिल में रखता है. RJDയും കോൺഗ്രസും കുടുംബത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്നുവെന്നും മോദി പരിഹസിച്ചു. 1000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ബീഹാറിൽ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി RJD നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തി. മോദിയുടെ ഓരോ സന്ദർശനത്തിനും ജനങ്ങളുടെ പോക്കറ്റിലെ പണമാണ് ഉപയോഗിക്കുന്നതെന്ന് തേജസ്വി യാദവ്. ये लोग इतना दिन से बिहार सरकार का खर्चा आम लोगों के पॉकेट मार कर रहे हैं, इतना प्रचार प्रसार कर रहे हैं, फिर भी भीड़ नहीं हो रही तो अधिकारियों को लगाया जा रहा है. यही सच्चाई है. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പോരും മുറുകുകയാണ്. 24 ഡൽഹി.
സുരക്ഷാ പരിശോധന നടത്താതെ സർവീസ് നടത്തിയതിന് എയർ ഇന്ത്യയ്ക്ക് DGCA മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ്. 3 എയർബസ് വിമാനങ്ങൾ പ്രോട്ടോകോൾ ലംഘിച്ച് സർവീസ് നടത്തിയതായാണ് കണ്ടെത്തൽ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞു. DGCAയുടെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് റോയിട്ടേഴ്സ് വാർത്ത. 3 എയർബസ് വിമാനങ്ങൾ നിർബന്ധമായും നടത്തേണ്ട സുരക്ഷാ പരിശോധന നടത്താതെ സർവീസ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. A320 എന്ന എയർബസ് വിമാനം 1 മാസം വൈകി മെയ് 15-നാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. ഈ 1 മാസത്തിനിടെ വിമാനം ഉപയോഗിച്ച് എയർ ഇന്ത്യ ദുബായ്, റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തി. മറ്റൊരു വിമാനം എസ്കേപ്പ് സ്ലൈഡറിന്റെ അറ്റകുറ്റപ്പണി നടത്താതെ സർവീസ് നടത്തി. മെയിൻ്റനൻസ് എഞ്ചിനീയറാണ് എസ്കേപ്പ് സ്ലൈഡറിന്റെ തകരാറുള്ളതായി കണ്ടെത്തിയത്. കൂടാതെ ആഭ്യന്തര സർവീസ് നടത്തിയിരുന്ന A319 എന്ന എയർബസിന്റെ സർവീസ് 3 മാസം വൈകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യസമയത്ത് സുരക്ഷാ പരിശോധനകളുടെ റിപ്പോർട്ട് നൽകുന്നതിലും എയർ ഇന്ത്യ വീഴ്ച വരുത്തി. പ്രോട്ടോകോൾ ലംഘിച്ച് സർവീസ് നടത്തിയതിന് എയർ ഇന്ത്യയ്ക്ക് DGCA നോട്ടീസ് നൽകിയിരുന്നതായും ഇതിന് കൃത്യമായി മറുപടി നൽകിയിരുന്നില്ലെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു. സുരക്ഷാ പരിശോധനകളിൽ വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ടിനോട് എയർ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിനിടെ അഹമ്മദാബാദ് അപകടത്തിൽ മരിച്ച 220 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. 202 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മലയാളിയായ രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 24 ഡൽഹി. തിരികെ വാർത്തകളിലേക്ക്. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം വിലക്കാൻ നിർമ്മാതാക്കളുടെ സംഘടന. ജീവനക്കാർക്കുള്ള കരാറിൽ ലഹരി ഉപയോഗത്തിനുള്ള വിലക്ക് നിബന്ധനയായി കൂട്ടിച്ചേർക്കും. മറ്റ് സിനിമാ സംഘടനകളുമായും ചർച്ച നടത്തും. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെ നടപടി കടുപ്പിക്കുകയാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 മുതൽ നടപടികൾ പ്രാബല്യത്തിൽ വന്നേക്കും. മറ്റ് സിനിമാ സംഘടനകളുമായും വിഷയം ചർച്ച ചെയ്യുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയ്ക്കും താരസംഘടനയായ അമ്മയ്ക്കും നിബന്ധന വ്യക്തമാക്കുന്ന കരാറിന്റെ പകർപ്പും കത്തും കൈമാറി. അമ്മ ജനറൽ ബോഡി വിഷയം ചർച്ച ചെയ്യും. 24 മുൻപായി തീരുമാനം അറിയിക്കണമെന്ന് സംഘടനകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് സിനിമാ സെറ്റുകളിലോ താമസ സ്ഥലത്തോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കായിരിക്കുമെന്ന് ഓരോ സിനിമാ പ്രവർത്തകനും ഇനി എഴുതി ഒപ്പിട്ട് നൽകണം. മെയ് 9 നാർക്കോട്ടിക് സെല്ലുമായി നടത്തിയ സംയുക്ത ചർച്ചകൾക്ക് ശേഷമാണ് നിബന്ധന തയ്യാറാക്കിയത്. 24 കൊച്ചി. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചതിൽ വിവാദം. അഖിലിന് കേന്ദ്ര യുവ ബിസിനസ് പുരസ്കാരമാണ് കൊടുക്കേണ്ടിയിരുന്നതെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. പുരസ്കാരം ലഭിച്ചതുകൊണ്ട് മാത്രം നല്ല കൃതിയാവില്ലെന്ന് പ്രൊഫസർ MK സാനു വിമർശിച്ചു. മാനസികമായി തളർത്തി എഴുത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചിലരുടെ ലക്ഷ്യമെന്ന് അഖിൽ പി ധർമ്മജൻ 24നോട് പറഞ്ഞു. സാഹിത്യമൂല്യമുള്ള പല പുസ്തകങ്ങളെയും പിന്തള്ളിയാണ് റാം കെയർ ഓഫ് ആനന്ദിക്ക് പുരസ്കാരം കൊടുത്തതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു പൾപ്പ് കൃതിക്ക് അല്ലെങ്കിൽ ഒരു പൈങ്കിളി കൃതിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ വലിയ വിൽപ്പനയായി എന്നതൊഴിച്ചാൽ മറ്റൊരു സവിശേഷതയും പറയാനില്ലാത്ത ഒരു കൃതിക്ക് കൊടുക്കുമ്പോൾ പ്രതിഷേധിക്കണം. പുരസ്കാരം ലഭിച്ചതുകൊണ്ടും കൂടുതൽ വിറ്റഴിഞ്ഞതുകൊണ്ടും ഒരു പുസ്തകവും മികച്ചതാവില്ലെന്ന് പ്രൊഫസർ MK സാനു. വിറ്റുപോയ പുസ്തകവും ഒരു പോപ്പുലാരിറ്റി എന്ന് പറയുന്നതും പുസ്തകം നല്ലതാണെന്നുള്ളൊരു തെളിവല്ല. മലയാളത്തിൽ കഴിഞ്ഞ തലമുറയിൽ എഴുതിയ ഒരുപാട് പോപ്പുലർ റൈറ്റേഴ്സ് ഉണ്ട്. ആരും ഓർക്കുന്നുണ്ട്? പുതിയ പതിപ്പുകൾ ഇറക്കുന്നില്ല. ഇന്ദു മേനോൻ സോഷ്യൽ മീഡിയയിൽ പുസ്തകത്തെ നിശിതമായി വിമർശിച്ചപ്പോൾ അശോകൻ ചെരുവിൽ അഖിലിനെ അനുകൂലിച്ച് പോസ്റ്റിട്ടു. പുസ്തകം കൂടുതൽ വായിക്കപ്പെടുന്നത് ഒരു തെറ്റല്ലെന്നും വിമർശിക്കാം, പക്ഷെ വിധിയെഴുത്താകരുതെന്നും അശോകൻ ചെരുവിൽ. വിമർശനം ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ട്, പക്ഷേ ഇങ്ങനെ വിധി പ്രസ്താവിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വായിക്കപ്പെടുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ വായിക്കപ്പെടുന്നില്ല എന്നുള്ള നിലയ്ക്കൊന്നും നമുക്ക് എഴുത്തിനെ വിലയിരുത്താൻ പറ്റില്ല. അധികം ആൾക്കാർ വായിച്ചു എന്നുള്ളൊരു കുറ്റമല്ല. ബിസിനസ് ലക്ഷ്യമെന്ന ആക്ഷേപം വേദനിപ്പിച്ചെന്ന് അഖിൽ പി ധർമ്മജൻ 24നോട് പറഞ്ഞു. ഞാനും എന്റെ സുഹൃത്തുക്കളും എന്റെ നാട്ടുകാരും എന്റെ കുടുംബവും എല്ലാം സന്തോഷിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് കല്ലുകൾ എറിയുമ്പോൾ ഇത്തിരി വിഷമം ഉണ്ടാകുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇനിയും മുന്നോട്ട് തന്നെ പോകും. ഈ പറഞ്ഞിട്ടുള്ള ഏറുകളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ആരും എന്നെ തളർത്താമെന്ന് വിചാരിക്കേണ്ട, മുന്നോട്ട് തന്നെ പോകും. പുരസ്കാരത്തിനായി ലഭിച്ചത് കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണെന്നും അതിൽ നിന്നും ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും ജൂറി അംഗം ഡോക്ടർ വി രാജീവ് വ്യക്തമാക്കി. നമുക്ക് 10 പുസ്തകങ്ങളാണ് കിട്ടിയിട്ടുള്ളത്, അവാർഡിന് വേണ്ടി കിട്ടിയിട്ടുള്ളത്. ആ 10 പുസ്തകങ്ങളിലെ 3 ജൂറി മെമ്പേഴ്സും ഒരുപോലെ പ്രിഫറൻസ് കൊടുത്ത് തയ്യാറാക്കിയിട്ടുള്ളത് ഈ പുസ്തകത്തിനാണ്. അതനുസരിച്ചാണ് നമ്മൾ അവാർഡ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 35 വയസ്സിന് താഴെയുള്ള എഴുത്തുകാർക്കാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പം
മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ളതായ പല എഴുത്തുകാരുടെയും കൃതികൾ ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. 24 കൊച്ചി. ഇവിടെ 24 റൗണ്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.